ഹലോ, ഇന്ന് ഞാൻ കൽപ്പഞ്ചേരി ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല, എല്ലാ സംഭവങ്ങളും അവിടെ നിന്ന് നമുക്ക് വാങ്ങിച്ച് പോരാൻ പറ്റും കേട്ടോ. എല്ലാ ചൊവ്വാഴ്ചകളിലും കൽപ്പഞ്ചേരി ചന്ത ഉണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതിനുശേഷം ഞാൻ വാങ്ങിയ സാധനങ്ങളും വിലയും പറയാം കേട്ടോ. നെഗറ്റീവായി ചിന്തിക്കുന്നുണ്ടോ? ഇനി ചന്തയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് കാണാം. കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മീനിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. വാങ്ങിക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു. പെടയുന്ന മീൻ കണ്ടിട്ടുണ്ടോ നമ്മളിത് വാങ്ങിയത്. നല്ല ഫ്രഷ് മീനാണ്. ഇതിൻ്റെ വില 200 രൂപക്കാണ് കേട്ടോ നമ്മളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ 3 മീൻ 200 രൂപക്കാണ് കിട്ടിയത്. വളരെ ലാഭകരമായിട്ട് തോന്നി. പിന്നെ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കിലോ ബീഫിന് 300 രൂപയുണ്ട് വില വരുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ ഇവിടെ ബീഫിന് 250 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ വില കൂടിയതാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2.5 കിലോ പൈനാപ്പിൾ 100 രൂപക്കാണ് കേട്ടോ വാങ്ങിയത്. 4 പൈനാപ്പിളാണ് കേട്ടോ 2.5 കിലോക്ക് നമുക്ക് കിട്ടിയത്. ഒരുപാട് സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ഇവിടെ ചന്തയിൽ വിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാ ഏരിയയും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിയത് 100 രൂപക്കാണ് കേട്ടോ. ഡ്രാഗൺ റെഡ് ആയിരുന്നു കേട്ടോ. ഇത് എല്ലാം ചെറിയ പഴങ്ങളായിരുന്നു. 100 രൂപയ്ക്ക് ചെറിയത് 7 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നീലമാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വില വരുന്നത് 3 കിലോ 100 രൂപക്കാണ് നമുക്ക് കിട്ടിയത്. നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചപ്പോൾ മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മാങ്ങ തന്നെ ആയിരുന്നു ഇത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങ സീസണൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച മാങ്ങ ഇതാ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. 3 കിലോ ആണ്. പിന്നെ കുറച്ച് റംബുട്ടാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കടയിൽ ലാസ്റ്റ് ഉള്ളത് നമുക്ക് 100 രൂപയ്ക്ക് തന്നതാണ് കേട്ടോ. അവിടുത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ളത് നമുക്ക് 100 രൂപയ്ക്ക് തന്നതാണ് കേട്ടോ. ഇവിടെ ചന്തയിൽ റംബുട്ടാൻ 200 രൂപയാണ് കേട്ടോ കിലോക്ക് വരുന്നത്. ബാക്കിയുള്ള കടകളിലൊക്കെ അത്രയാണ് വില പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ മധുരമുള്ളതും പുളിയുള്ളതും കൂടെ മിക്സ്ഡ് ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചപ്പോൾ ചിലതൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചത് ഈ ചന്തമിഠായിയാണ് കേട്ടോ. ഇതിനിവിടെ നാടിബല എന്നാണ് കേട്ടോ പറയുക. ഇത് 100 രൂപക്കാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിൽ 3 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ശർക്കര വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം, പിന്നെ കുറച്ച് ഇങ്ങനെയുള്ള മഞ്ഞ നിറത്തിലുള്ള ഈ മിഠായികളുമാണ് കേട്ടോ. ഇതിൽ നല്ല പുതിയ മിഠായി ആയിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പം ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.